ഹലോ എവൻ, സ്വിസ് മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ഗ്രോസറി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. അതായത് നോർമൽ നമ്മൾ പോകുന്ന ഇവിടുത്തെ സ്റ്റോറിലല്ല, ഇന്ത്യൻ സ്റ്റോഴ്സ് ഉണ്ട് ഇവിടെ. നോർമൽ നമ്മുടെ ഇവിടുത്തെ ഗ്രോസറി ഷോപ്സിൽ നമ്മുടെ ഇന്ത്യൻ വെജിറ്റബിൾസ് ഒന്നും കാര്യമായിട്ട് കിട്ടില്ല, കുറവാണ് കമ്പാരിറ്റീവ്ലി. സോ അതിന് നമുക്ക് ഇന്ത്യൻ സ്റ്റോർ തന്നെ വേണം. അപ്പോൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾസ് അതുപോലെ തന്നെ മറ്റുള്ള പലചരക്ക് സാധനങ്ങൾ ഇതെല്ലാം അവിടെ കിട്ടും. നമ്മൾ ഇന്ന് പുതിയൊരു ഇന്ത്യൻ സ്റ്റോർ, നമ്മൾ ഇതുവരെ പോകാത്തൊരു ഇന്ത്യൻ സ്റ്റോറാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ കാണാം. നമ്മളങ്ങനെ ഓർലിക്കോണിലെത്തി. ഈ ട്രെയിനിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഓർലിക്കോണിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം. നമ്മൾ വന്ന ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു കേട്ടോ. ഇതാണ് ഓർലിക്കോൺ എന്ന് പറയുന്ന ചെറിയൊരു ടൗണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഏഷ്യൻ സ്റ്റോഴ്സ് ഇവിടെ ഉണ്ട്. ഇന്ത്യൻ സ്റ്റോർ എന്നല്ല പറയുക, ആക്ച്വലി ഏഷ്യൻ സ്റ്റോറാണ്. അതായത് ശ്രീലങ്കൻസും അതുപോലെ തന്നെ ഇപ്പോൾ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഇവരെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരേ ഫുഡ് കൾച്ചറാണല്ലോ. സോ അവരൊക്കെ അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുക. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെയുള്ള ചെറിയ ഷോപ്സൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിൽ പെട്ടിക്കട എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ലൊക്കേഷൻ തപ്പി നടക്കട്ടോ. നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ സ്റ്റോറിലോട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. ഇവിടെ വേറൊരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്, അതിലാണ് നമ്മൾ യൂഷ്വലി പർച്ചേസ് ചെയ്യാറ്. ഈ സ്റ്റോറിലോട്ട് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ കറക്റ്റ് അറിയില്ല. ഇതൊരു ഏഷ്യൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടെ ഏഷ്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇഷ്ടം പോലെ. അതുപോലെയുള്ള ഒരു ഏഷ്യൻ റെസ്റ്റോറൻറ്റ്, മസാല ദോശ എന്ന പേരുള്ള ഒരു ഏഷ്യൻ റെസ്റ്റോറൻറ്റിന് നേരെ ഓപ്പോസിറ്റാണ് ഈ ഷോപ്പ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ നടന്നുകൊണ്ട് ആ ലൊക്കേഷൻ ഇട്ടാണ് നമ്മൾ പോകുന്നത്. അത് അവിടെ എത്തിയിട്ടോ. ഇതാണ് നമ്മുടെ ഏഷ്യൻ സ്റ്റോർ. ഇങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റോഴ്സ് ഉണ്ടാവുക. ചെറിയ ഷോപ്പുകളായിരിക്കും ഏഷ്യൻ സ്റ്റോഴ്സ് വരിക. ഉണ്ടാവും ഏഷ്യ ഹിയോ, ഇതാണ് ആ ഷോപ്പിൻ്റെ പേര്. ഇപ്പം നമ്മൾ ഉള്ളിൽ കയറി കണ്ടോ, വെണ്ടക്ക, നമുക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ മല്ലിയുടെ ഇല, കായ, അങ്ങനെ ഒരുവിധം എല്ലാ പച്ചക്കറികളും ഉണ്ട്. നമ്മളൊരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, മുരിങ്ങക്കായൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇത് പലചരക്ക് സാധനങ്ങളുടെ ഒരു സെക്ഷനാണ്. ഐ മീൻ പയർ, കടല ഐറ്റംസ്, സോയാബീൻ, അരി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. പപ്പടം, ഇരിക്കുന്നത് പപ്പടമാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, സോയാബീൻ്റെ പാക്കറ്റ്സ്, എല്ലാ ഐറ്റംസും കിട്ടും. ഒരുവിധം വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യൻസിന് വേണ്ട ദാൽ പോലെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ കിട്ടും ധാരാളം. പല ടൈപ്പ് ഓഫ് പരിപ്പുകൾ ആണ് ഇരിക്കുന്നത്. നമ്മളധികം ഉപയോഗിക്കാത്ത ഐറ്റംസാണ് കേട്ടോ. പിന്നെ ഇത് ആട്ടയാണ്, നല്ല ആശീർവാദിൻ്റെ ആട്ടയാണ്. നമ്മളിതാണ് പർച്ചേസ് ചെയ്യാറ്. ആട്ട ഉപയോഗിക്കാറുണ്ട്. രാത്രി ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ ആട്ട നന്നായി ഉപയോഗിക്കാറുണ്ട്. പപ്പടം, ഇതാണ് പപ്പടം കേട്ടോ. അതിനൊക്കെ റേറ്റൊക്കെ അതിൻ്റെ മുകളിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് ഫ്രാങ്കിൽ. പലതരം അരികളാണ് കേട്ടോ ഇരിക്കുന്നത്. മട്ട അരി, നീളത്തിലുള്ള വെള്ള അരികൾ, എല്ലാ ടൈപ്പ് ഓഫ് അരികളും ഇവിടെ കിട്ടും. നമ്മൾ മട്ടയാണ് യൂസ് ചെയ്യാറ്, അതുകൊണ്ട് മട്ട അരിയാണ് ഞങ്ങൾ മേടിച്ചത്. പിന്നെ എല്ലാ ടൈപ്പ് ഓഫ് അരികളും അവൈലബിൾ ആണ്. ഇതൊക്കെ മറ്റ് ഐറ്റംസാണ്. എല്ലാ ഐറ്റംസും നമുക്കറിയില്ല, കാരണം നോർത്ത് ഇന്ത്യൻ ഫുഡ്സും അവിടെ വേണ്ട പരിപ്പ്, കടല ടൈപ്പ് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നതല്ല കേട്ടോ. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഏഷ്യൻ സ്റ്റോറാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കാത്ത ഐറ്റംസും ഇവിടെ കാണും. നമുക്ക് വേണ്ട ഐറ്റംസ് നോക്കി നമ്മൾ എടുക്കുക. കണ്ടോ, ഈ മട്ട അരിയാണ് നമ്മൾ മേടിക്കാറ്, വടിമട്ട. ബിരിയാണി അരികളുണ്ട് കേട്ടോ, പല ടൈപ്പ് ബിരിയാണി അരികളുണ്ട്. അരിയുടെ ഒരു നല്ല കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഇരിക്കുന്നത് ലീവ്സ്, മിൻറ്റ് ലീവ്സ് ആണ് കേട്ടോ. പിന്നെ കുറേ ഐറ്റംസ് ഇവിടെയൊക്കെ ഉണ്ട്. അച്ചാറുകൾ, പല ടൈപ്പ് ഓഫ് അച്ചാറുകൾ, ജാമുകൾ, എല്ലാ ഐറ്റംസും ഉണ്ട്. നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഉണ്ട്, വലിയ ബോട്ടിൽ അച്ചാറുകളാണ്. ഇത് പച്ചക്കറിയുടെ സെക്ഷനാണ് കേട്ടോ. പയർ, കൈപ്പയ്ക്ക, പലതരം ഐറ്റംസ് ഉണ്ട്. പിന്നെ മുളക് കേട്ടോ, എല്ലാതും കിട്ടും. അത്യാവശ്യം വേണ്ടതൊക്കെ കിട്ടും ഇവിടെ. വിലയുണ്ട് കേട്ടോ, നല്ല വിലയാണ്. വില എന്ന് വെച്ചാൽ ഇവിടുത്തെ നോർമൽ റേറ്റാണ്. ബീൻസ്, അമര എല്ലാം ഉണ്ട്. മറ്റേ കപ്പയൊക്കെ കിട്ടും കേട്ടോ. നമ്മളെടുത്ത 2 കൊട്ട ഏകദേശം നിറയാറായി കേട്ടോ.
അത്യാവശ്യം സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ. ഈ ഓണിയൻ പോലത്തെ ഐറ്റംസൊക്കെ നമ്മൾ നോർമൽ ഇവിടുത്തെ ഏഷ്യൻ സ്റ്റോറിൽ നിന്നല്ല വാങ്ങാറ്, നോർമൽ ഷോപ്പുകളിൽ നിന്നാണ് മേടിക്കാറ്. മിഗ്രോസ്, കൂപ്പ് പോലെയുള്ള ഷോപ്സിൽ നിന്നാണ് വാങ്ങാറ്. അതിൻ്റെ ഒരു പർച്ചേസ് വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ. ഇത് ഫിഷ് ഐറ്റംസാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫിഷസൊക്കെ ഇവിടെ കിട്ടും. ഫ്രോസൺ ആണ്, ഫ്രഷ് അല്ല. എന്നിരുന്നാലും ടേസ്റ്റിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളതാണ്. ഞങ്ങൾ വാങ്ങി ഇടയ്ക്ക് വെക്കാറുണ്ട്. ഇത് ഒരു ഫ്രോസൺ ഫിഷാണ്. അപ്പോൾ അതും കൂടി വാങ്ങി ഞങ്ങൾ അവസാനിപ്പിച്ചു. ഇതാണ് മൊത്തത്തിൽ ഷോപ്പ് ഫുള്ള് സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ വേണ്ടതൊക്കെ ഇവിടെ കിട്ടും. ചന്ദനത്തിരി പോലെയുള്ള ഐറ്റംസ് കണ്ടോ, ഇതൊക്കെ ഉണ്ട്. എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. നമ്മളങ്ങനെ ഫിനിഷ് ചെയ്തു. നമ്മൾ ബില്ലിങ്ങിൽ നിൽക്കുകയാണ്. അങ്ങനെ ഏകദേശം നമ്മുടെ പർച്ചേസ് കഴിഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇവിടെ ഓർലിക്കോൺ റെയിൽവേ സ്റ്റേഷനിലെത്തി തിരിച്ചു പോവുകയാണ്. അത്യാവശ്യം സാധനങ്ങൾ നമ്മൾ മേടിച്ചു. ഏകദേശം ഒരു 90 CHF സാധനങ്ങൾ നമ്മൾ മേടിച്ചു. ഒരു 3 കവർ നിറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. ഒരു കവർ അരിയാണ്. അങ്ങനെ ഓർലിക്കോൺ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടോ. ഇനി ഞാൻ സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത ഐറ്റംസൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് ഇത്രയും ഐറ്റംസാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 4 കവർ സാധനങ്ങളുണ്ട് കണ്ടോ. നമ്മുടെ നാട്ടിലെ മുളകാണ്. ഇത് മനസ്സിലായോ, ഇത് നമ്മുടെ തേങ്ങ നമുക്ക് ചിരകിയതാണ്. നമുക്ക് നമ്മുടെ കറികളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കാവുന്നതാണ് തേങ്ങ. പിന്നെ വരുന്നത് പച്ചക്കറികൾ, പയർ, അതുപോലെ തന്നെ ഇത് പുട്ടുപൊടിയാണ് കേട്ടോ. പല ടൈപ്പ് പുട്ടുപൊടി നമുക്ക് കിട്ടും കണ്ടോ. പുട്ടുപൊടി, ഇത് ഉഴുന്നിൻ്റെ പാക്കറ്റ്, ഉഴുന്നാണ്. ഇത് പിന്നെ അരി മേടിച്ചു കിട്ടോ നമ്മൾ. തന്നെ അരി ഉണ്ടോ, ഡബിൾ ഹോഴ്സിൻ്റെ 5 കിലോ 500 ഗ്രാം ഫ്രീ ഉണ്ട്. മട്ട വടിയരിയാണ്, നമ്മളിവിടെ മട്ടരിയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അത് വഴി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വില ഉണ്ടോ, 5 കിലോയ്ക്ക് 10.90. നമ്മുടെ നാട്ടിലെ ഏകദേശം 1000 രൂപയുടെ അടുത്ത് വില വരും. ഇത് ഫ്രോസൺ പൊറാട്ടയാണ് കേട്ടോ. ഇത് ജസ്റ്റ് കല്ലിൽ ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല സാധനമാണ് കേട്ടോ. പിന്നെ വാങ്ങിയതാണ് നമ്മളൊരു കോൺഫ്ലവർ വാങ്ങിയിട്ടുണ്ട്. ഇത് എന്തെങ്കിലുമൊക്കെ പൊരിക്കാനും നമുക്ക് ഉപയോഗിക്കാം. ഇത് പിന്നെ റോസ്റ്റഡ് സേമിയ ഉപ്മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളതിൽ യൂസ് ചെയ്യാറുണ്ട്. അതാണിത്. പിന്നെ വാങ്ങിക്കുന്നത് സേമിയ 2 പാക്കറ്റ് ഉണ്ട്. പിന്നെ വാങ്ങിയത് നമ്മളിത് ഉണ്ടോ, ഇത് എന്താ പറയുക, പേര് മറന്നല്ലോ, പടവലങ്ങ, അതാണ് പടവലങ്ങ. പിന്നെ നമുക്ക് ഇവിടെ ഇത് കിട്ടിയിട്ടോ, നമ്മുടെ നാട്ടിൽ പൂള ആണ് സാധനം കേട്ടോ. ടാപ്പിയേക്കുമാണ്. പിന്നെ ഇതാ ചെറിയ ഉള്ളി വാങ്ങിയിട്ടുണ്ട്. നാല് ചെറിയ ഉള്ളി കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കെല്ലാം കിട്ടും കേട്ടോ. ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും, അവൈലബിൾ ആണ്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കടകളിലും കയറിയിട്ട് വേണം ചിലപ്പോൾ പഠിക്കുന്നത്. ഇന്ത്യൻ സ്റ്റോറിന് നമുക്കിവിടെ നമ്മൾ ഓർലിക്കോണിൽ ഏകദേശം 3 എണ്ണപ്പോൾ ഞാൻ കണ്ടു. ഇന്ത്യൻ സ്റ്റോറില്ല, ഏഷ്യൻ സ്റ്റോർ എന്ന് ഇവിടെ പറയാം. ഇത് കായം പയറൊക്കെ വെക്കാം. അതുപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ പഞ്ചസാര ഇങ്ങനെ 1 കിലോൻ്റെ 2 എണ്ണം വാങ്ങി നമ്മൾ. ഇങ്ങനെയാണ് പഞ്ചസാര വരെ ഇവിടെ. ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ജർമ്മൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ ഷോപ്പിലിരിക്കുന്ന ആളുകളോട് പറയേണ്ടി വരും. അവിടെ പ്രത്യേകിച്ച് അങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ല എന്ന ഐറ്റം ആണെന്നുള്ളത്, നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ വേണം. അടുത്തൊരു കവറിൽ നമ്മൾ വെച്ചിരിക്കുന്നത് കുറച്ച് ലഡു. നാട്ടിൽ നല്ല ലഡുവാണ്. അത് മുന്നേ ഞങ്ങൾ മുമ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതെന്താണെന്ന് മനസ്സിലായോ, എന്നാണ് ഇവിടുത്തെ ഉപ്പ് ഉണ്ടോ. ഉപ്പ് ഇങ്ങനെ പാക്കിങ്ങാണ് വരിക. ഇത് പച്ചമുളകാണ്. പിന്നെ കവറിൽ വരുന്നത് ഇതാ വെണ്ടക്കായാണ്.
ഒരു കവർ വെണ്ടക്കായ വാങ്ങിയിട്ടുണ്ട് നമ്മൾ. ഇത് നമ്മൾ മുരിങ്ങക്കായ വാങ്ങിയിട്ടുണ്ട്. അതാണ് മുരിങ്ങക്കായ. ഓക്കെ, പിന്നെ ഇതിലുള്ളത് കവറിലുള്ളത് ഇത് വേപ്പിൻ്റെ ഇല, കറിവേപ്പില. ഇങ്ങനെ കവറിലാണ് വരിക വേപ്പിൻ്റെ ഇല. നമുക്കിത് കുറച്ചായിട്ടൊന്നും വാങ്ങാൻ പറ്റില്ല, ഇങ്ങനെ കവറിലുണ്ടാവുക. അതങ്ങനെ തന്നെ മേടിക്കണം. അതുപോലെ തന്നെ ഇത് മറ്റേ ഇങ്ങനെ പറഞ്ഞില്ലേ, എന്താ പറയുക, മല്ലിയുടെ ഇല. നമ്മൾ നാട്ടിലൊക്കെ കറികളിൽ യൂസ് ചെയ്യുന്നില്ലേ, ഞാൻ ഇടാൻ വേണ്ടിയിട്ട് നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് മല്ലിയില. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയത്. ഇതിനി കഴിഞ്ഞില്ല, ഒരു കവർ കൂടി ഉണ്ട് ഐറ്റംസ്. ഇതിൽ കുറച്ച് നമ്മൾ വേറെ ഷോപ്പിൽ പോയിട്ടാണ് വാങ്ങി. നമ്മൾ ആദ്യം ഞാൻ കാണിച്ച ഷോപ്പിൽ ഇതുണ്ടായിരുന്നില്ല. പുറത്ത് പോയിട്ട് കുറച്ച് ബീറ്റ്റൂട്ട്, അതുപോലെ തന്നെ വെള്ളരിക്ക, മത്തങ്ങ, ഒരു മത്തങ്ങയും വാങ്ങിയിട്ടുണ്ട്. പൊറാട്ടയല്ല, പറാത്ത പറഞ്ഞ ഐറ്റം ഇവിടെ കിട്ടും. നല്ല ടേസ്റ്റാട്ടോ. പൊറാട്ടയെക്കാട്ടും ടേസ്റ്റാണ്. ഭയങ്കര കട്ടി കുറഞ്ഞിട്ടുള്ള സാധനം. നമ്മൾ ഫ്രോസൺ ആണ്. നേരെ കൊണ്ടുപോയി നമ്മൾ ഫ്രീസറിൽ വെക്കാം. അതിന് ആവശ്യമുള്ളപ്പോൾ എടുക്കുക. നേരെ കുറച്ച് നെയ്യ് അതിൻ്റെ മേലെ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ പറാത്ത. ഇതാണ് പറാത്ത. അപ്പോൾ അത് നമ്മൾ 2 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ഏകദേശം ആദ്യം മേടിച്ച സ്റ്റോറിൽ പോയിട്ടൊരു 95 CHF, പിന്നെ ഏകദേശം ബാക്കിയുള്ള എത്ര ഐറ്റംസ് ഇപ്പോൾ നമ്മൾ വാങ്ങിയിരിക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ മറ്റ് ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു 20 CHF, ഇപ്പോൾ ഏകദേശം 120 CHF സാധനങ്ങളാണ് ഇതെല്ലാം കൂടിയിട്ട്. അപ്പോൾ നമുക്കൊരു വീക്കിൽ അല്ലെങ്കിൽ 2 വീക്സൊക്കെ നമുക്ക് പോകും ഈ സാധനങ്ങൾ കൊണ്ട്. ഇനി കഴിഞ്ഞിട്ടില്ല, ചിക്കനും കാര്യങ്ങളൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇതാ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഏഷ്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയത്. ഒരു 1-1.5 ആഴ്ചയ്ക്കുള്ള ഐറ്റംസ് ഉണ്ട്. ചില ഐറ്റംസ് അത് കൂടുതലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് കേട്ടോ നമ്മളിന്ന് ആകെ മൊത്തം പർച്ചേസ് ചെയ്ത സാധനങ്ങൾ. ഇനി ചിക്കനും അഡീഷണൽ കുറച്ച് ഐറ്റംസും കൂടി വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾ വീക്കിലി നമ്മൾ മുളക് കൊടുത്തേക്കുന്ന ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ അതൊക്കെ ഐറ്റംസൊക്കെ നമ്മൾ ഇവിടുത്തെ ലോക്കൽ ഷോപ്പിൽ നിന്ന് മിഗ്രോസ്, കൂപ്പ് പോലെയുള്ള നോർമൽ ഗ്രോസറി ഷോപ്സിൽ നിന്നാണ് നമ്മൾ വാങ്ങാറ്. അപ്പോൾ അതൊക്കെ കുറച്ച് ചീപ്പ് അവിടെയാണ്. ഐറ്റംസൊക്കെ നമുക്ക് അവിടെ കിട്ടും. നമ്മൾ നിയർ ബൈ ഉണ്ട്. ഇന്ത്യൻ സ്റ്റോറിലേക്ക് വേണ്ടി മാത്രം നമ്മൾ കുറച്ച് പോകണം. ഒരു 10 മിനിറ്റ് ട്രെയിൻ ജേർണി ഉണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ പർച്ചേസ് ഒരു വീക്കിൽ. ഇപ്പോൾ ഏകദേശം ഒരു 150 CHF ഉണ്ടെങ്കിൽ നമുക്കൊരു 1 വീക്ക് ആവറേജ് നമ്മുടെ ചിലവുകൾ കഴിയും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.